നമസ്കാരം, നൈനാസ് ഫ്ലേവേഴ്സ് ആൻഡ് സ്പൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു മധുര പലഹാരവുമായിട്ടാണ്. കപ്പലണ്ടി മിഠായി. നമ്മുടെ കുട്ടിക്കാലത്ത് ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുണ്ടാവുന്ന ഒരു മിഠായിയാണ് കപ്പലണ്ടി മിഠായി. അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ കപ്പലണ്ടി മിഠായിക്ക് ആവശ്യമായിട്ടുള്ള കപ്പലണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നല്ല പച്ച കപ്പലണ്ടിയാണ്. അപ്പോൾ അതിനെ നമുക്കൊന്ന് വറുത്ത് തോലൊക്കെ ഒന്ന് കളഞ്ഞ് എടുക്കണം. പിന്നെ ഞാൻ പഞ്ചസാര എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിവിടെ ശർക്കര എടുത്തിട്ടുണ്ട്. 1 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ അതിനായിട്ട് ആദ്യം തന്നെ ഇങ്ങനെ അടികട്ടിയുള്ള ഒരു പാനാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ആ കപ്പലണ്ടി ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അതൊരു മീഡിയം ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ മതി. ഹൈ ഫ്ലെയിമിലിടരുത്. മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ ഇട്ട് പതുക്കെ ഇങ്ങനെ വറുത്തെടുക്കണം. കാരണം എന്തെന്ന് വെച്ചാൽ ഒരുപാട് ഹൈ ഫ്ലെയിമിലൊക്കെ ആയിപ്പോയാൽ അതങ്ങ് കരിഞ്ഞു പോകും. പക്ഷെ നമുക്ക് ആവശ്യം അതൊന്ന് കുക്കായി ഒന്ന് വറുത്ത് വരണം. അങ്ങനെ വറുത്ത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ആ ഒരു തോലുകളെല്ലാം ഇങ്ങനെ പൊളിഞ്ഞ് വരും. അങ്ങനെ പൊളിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ തോല് കളയാൻ നല്ല ഈസി ആയിട്ട് കളയാൻ പറ്റും. ഇതിപ്പോൾ ഏകദേശം ഒരു 7-8 മിനിറ്റോളം ഞാൻ ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ എത്രയും നേരം നമ്മൾ റോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴാണ് ആ ഒരു തോലൊക്കെ ഒന്ന് ചെറുതായിട്ട് പൊളിഞ്ഞ് വന്നിട്ടുണ്ട്. മാത്രമല്ല ചില തോലൊക്കെ അങ്ങ് ഇളകി വരും. അത്ര നല്ല രീതിയിൽ അത് നമുക്ക് കാണാൻ പറ്റും. നിങ്ങൾ നോക്കിയാൽ ആ ഒരു കപ്പലണ്ടിയിലെ തോലിൽ ഇങ്ങനെ ക്രാക്ക് വീഴും. അങ്ങനെ ക്രാക്ക് വീണ് തുടങ്ങി കഴിയുമ്പോഴേക്കും നമുക്ക് നല്ലൊരു അതിൻ്റെ ഒരു ഫ്ലേവറിൻ്റെ ആ ഒരു സ്മെല്ലും കൂടി വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ അതങ്ങ് തണുക്കും. തണുത്തതിന് ശേഷം മാത്രമേ നമ്മൾ തോല് പൊളിക്കാനായിട്ട് തുടങ്ങാൻ പാടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അത് റോസ്റ്റായി തണുത്ത് കഴിയുമ്പോഴേ അത് നല്ല രീതിയിൽ റോസ്റ്റായിട്ട് മാറുള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്ക് തോല് പെട്ടെന്ന് ഇളകി വരും. ചൂടോടെ പിടിച്ചു കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് ഇളകത്തില്ല. പിന്നെ ഇതിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി തണുത്തതിന് ശേഷം നന്നായിട്ട് കൈ വെച്ച് ഞെരടിയെടുക്കണം. നന്നായിട്ട് ഞെരടിയെടുക്കുമ്പോൾ ആ തോല് മൊത്തം സെപ്പറേറ്റ് ആവുകയും ചെയ്യും. കപ്പലണ്ടി സ്പ്ലിറ്റായി 2 ആകും. അപ്പോൾ നമുക്ക് അങ്ങനെയാണ് എടുക്കേണ്ടത്. എന്നിട്ട് ആ തോല് മൊത്തം സെപ്പറേറ്റ് ചെയ്യാം. ഇപ്പം ഞാനിത് തോല് മൊത്തം സെപ്പറേറ്റ് ചെയ്ത് കപ്പലണ്ടി ഇങ്ങനെ 2 ആക്കി സ്പ്ലിറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. ഈ ഒരു രീതിയിൽ നമുക്ക് എടുക്കണം. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വെക്കണം. പിന്നെ നമുക്ക് കപ്പലണ്ടി മിഠായി സെറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലെ ഒരു ട്രേ എടുത്തിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ഫോയിൽ പേപ്പർ വെച്ച് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ്. കാരണം നമുക്ക് ലാസ്റ്റ് ഇത് പെട്ടെന്ന്, അതായത് ചൂടോടെ തന്നെ പെട്ടെന്ന് സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് തുടങ്ങുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം ഞാനും ഇതുപോലൊരു ട്രേ, നിങ്ങളുടെ കയ്യിലൊരു ചെറിയൊരു ട്രേയോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റോ ഉണ്ടെങ്കിൽ അതിലേക്ക് ഫോയിൽ പേപ്പർ എന്തിനാണ് വെക്കുന്നതെന്ന് വെച്ചാൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഫോയിൽ പേപ്പർ ഞാൻ വെക്കുന്നത്. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര, ഞാനിവിടെ 1 കപ്പ് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. അതിനെ നമുക്ക് ഈ ഒരു പാനിലേക്ക് അങ്ങ് മാറ്റാം. അതിൻ്റെ കൂടെ എടുത്തു വെച്ചിരിക്കുന്ന 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് അലിച്ചെടുക്കണം. അതൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി. കൂടെ എടുത്തു വെച്ചിരിക്കുന്ന ആ ഒരു പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയും കൂടി കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്കിത് സിറപ്പാക്കാനായിട്ട്. അപ്പോൾ ഇതിലൊരു വ്യത്യാസം, നമുക്ക് ഷോപ്പിലൊക്കെ കിട്ടുന്ന കപ്പലണ്ടി മിഠായി എപ്പോഴും അവർ ഷുഗർ കൂടുതലായിട്ട് ചേർത്തിട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോഴാണ് അത് കുറച്ച് കൂടുതൽ നാൾ ഇരിക്കുകയും അത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല ഫോമിൽ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊരു ഷുഗർ കൂടുതൽ യൂസ് ചെയ്യുന്ന ഹെൽത്തി അല്ലാത്തത് കൊണ്ടാണ് ഞാൻ ശർക്കര കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് താല്പര്യമാണ് ഷുഗർ കൂടുതൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഹാഫായിട്ട് എടുത്താൽ മതി. അതായത് അര കപ്പ് ശർക്കരയും 1/2 കപ്പ് പഞ്ചസാരയിലും ചെയ്താലും ഇത് റെഡിയാകും. അതല്ല ഷുഗറിൽ മാത്രം ചെയ്യുന്നവരും ഉണ്ട്. ഇത് കുറച്ചും കൂടി ഹെൽത്തി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ശർക്കര കൂടുതൽ യൂസ് ചെയ്തിട്ട് ഷുഗർ ജസ്റ്റ് ആ ഒരു ക്രിസ്റ്റലൈസേഷൻ ആകാൻ വേണ്ടി മാത്രമാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്യുന്നത്. ഇനി ഇത് നല്ലൊരു സിറപ്പാകുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തിളച്ച് വരുന്നത് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങി വരും. അതപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യണം. ഇതിപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ലിക്വിഡ് ഫോമിലാണ് ഇരിക്കുന്നത്. അത് കുറച്ച് സിറപ്പ് ഫോമിലോട്ട് വരണം. അപ്പോൾ അത് ഫ്ലെയിം എപ്പോഴും കുറച്ച് വെച്ച് തന്നെ നിങ്ങളത് ചെയ്ത് നോക്കുകയും വേണം. ഹൈ ഫ്ലെയിമിലിട്ടാൽ അതങ്ങ് കരിഞ്ഞു പോകും. ഇപ്പോൾ ഒന്നത് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ 1 കപ്പ് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് ഇട്ട് നോക്കണം. വെള്ളത്തിൽ ഇട്ടതിന് ശേഷം അതിനിങ്ങനെ കൈ കൊണ്ട് എടുക്കുമ്പോൾ അതിങ്ങനെ റൗണ്ടായിട്ട് ഉരുണ്ട് വരും.
റൗണ്ടായിട്ടൊരു കല്ല് പോലെ ഉരുണ്ട് വരും. ഇതിപ്പോൾ അത്രയും ആയിട്ടില്ല, അതിൽ നിന്ന് കല്ല് പോലെ ആയിട്ടില്ല, നല്ല സോഫ്റ്റ്നെസ് ഉണ്ട്. അപ്പോൾ ഒരു മിനിറ്റ് കൂടി ഇതുപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പോൾ അത് കറക്റ്റ് ഒരു ഫോമിൽ വരും. നമുക്കിങ്ങനെ ഇതിപ്പോൾ ഡ്രോപ്പായിട്ട് വീഴുന്നില്ല, ഇതാണ് ഫോം. ആ ലിക്വിഡ് പോലെ ഒഴിക്കുന്നതിന് പകരം ഇങ്ങനെ കോരി ഒഴിക്കുമ്പോൾ ഡ്രോപ്പായിട്ട് വീഴും. ആ സമയത്ത് ഇതിനെ ഒന്ന് എടുത്തിട്ട് നമ്മുടെ ആ ഒരു പച്ചവെള്ളത്തിൽ ഒരു ഡ്രോപ്പ് ഇട്ട് നോക്കണം. എന്നിട്ട് കൈവച്ചെടുക്കുമ്പോൾ അത് നല്ല ക്രിസ്റ്റൽ ഫോമിൽ വരും. ആ ഒരു ക്രിസ്റ്റൽ ഫോം ആയി കഴിഞ്ഞാൽ നമുക്കിത് നിർത്താം. ഇപ്പോൾ വീണ്ടും ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഇതിപ്പോൾ എടുത്ത് നോക്കുമ്പോൾ അത് ക്രിസ്റ്റൽ ഫോം ആയി വരുന്നുണ്ട്. നല്ല കട്ടയ്ക്കാണ് ഇരിക്കുന്നത്. അതിങ്ങനെ നിങ്ങൾ താഴോട്ടൊക്കെ ഇട്ടാൽ നല്ലൊരു സൗണ്ട് കേൾക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ഒരു ഫോമിലാണ്. ഇതിപ്പോൾ നല്ലൊരു ക്രിസ്റ്റൽ ഫോമിലായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കപ്പലണ്ടിയൊക്കെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് ആ കപ്പലണ്ടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ആ എല്ലാ സിറപ്പിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്ത് ഉടനെ തന്നെ നമുക്കത് ട്രേയിലേക്ക് മാറ്റണം. അപ്പോൾ ഈ ഒരു ടൈമിംഗ് ആണ് ഇതിൻ്റെ പെർഫെക്ഷനിലിരിക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റിന് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റിന് മിഠായി റെഡിയായി വരില്ല. അപ്പോൾ ഇത് ആ ഒരു സിറപ്പ് കംപ്ലീറ്റ് എല്ലാ കപ്പലണ്ടിയിലും മിക്സായി വന്ന ഉടനെ തന്നെ നമ്മൾ ആ ട്രേയിലേക്ക് ഇതങ്ങ് മാറ്റണം. എന്നിട്ട് സെറ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റിന് സെറ്റായി വരില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങ് മാറ്റിയിട്ട് നമുക്കിതിനെ ഒന്ന് നിരത്തി കൊടുക്കാം. ഇതുപോലെ നമുക്ക് ആ ഒരു സ്പാറ്റുല വെച്ച് തന്നെ നമുക്കിങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ തടിയുടെ എന്തെങ്കിലും ഒരു സ്പൂണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ച് ഇങ്ങനെ നിരത്തി കൊടുത്താലും മതി. കറക്റ്റ് ഏത് ഷേപ്പിലാണോ വേണ്ടുന്നത് ആ രീതിയിൽ നമ്മുടെ പ്ലേറ്റിൻ്റെ ഷേപ്പിലൊക്കെ ചെയ്തിട്ട് സ്ക്വയറായിട്ടൊക്കെ കട്ട് ചെയ്തെടുക്കാനാണ്. അപ്പോൾ നമുക്കിതിങ്ങനെ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ചപ്പാത്തി റോളർ ഉണ്ടല്ലോ, അത് വെച്ച് ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ അപ്പോൾ കറക്റ്റ് അതങ്ങ് സെറ്റായി വരും. ഒരുമിച്ച് അത് ഇളകിപ്പോകാതെ ഒട്ടിയിരിക്കാൻ വേണ്ടിയാണ്. ചപ്പാത്തി റോളർ വെച്ച് നമുക്ക് അതിനെ ഒന്ന് ഉരുട്ടിയെടുക്കണം. എന്താണ്ട് ഇതേപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അത് കറക്റ്റ് സെറ്റായിട്ടിരിക്കും. അതിനുശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് കൂടി വയ്ക്കണം. അപ്പോൾ നമ്മുടെ കപ്പലണ്ടി മിഠായി ഇത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തുകൂടെ കൊടുക്കണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ തണുത്ത് പോയതിന് ശേഷം കട്ട് ചെയ്താൽ പൊടിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ടൈമിൽ തന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് വെക്കണം. ഒരുപാട് കട്ട് ചെയ്ത് മാറ്റണമെന്നില്ല. ഒന്നിങ്ങനെ കട്ട് ചെയ്ത് ആ ഒരു ഡിവിഷൻ അവിടെ ഉണ്ടാക്കിയിരുന്നാൽ പിന്നെ നമുക്ക് ടൈമിനെടുക്കാൻ നല്ല ഈസി ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ ഇതുപോലെ ഒരു ഫോയിൽ പേപ്പറിലോ ബട്ടർ പേപ്പറിലോ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഡയറക്റ്റ് ട്രെയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ അത് ഇളക്കിയെടുക്കുമ്പോൾ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു കപ്പലണ്ടി മിഠായി റെഡിയാവാൻ വളരെ സിമ്പിളാണ്. ആ ഒരു ടൈമിന് ആ പാത്രത്തിൽ നിന്ന് ഇതിലോട്ട് ഒഴിച്ച് സെറ്റ് ചെയ്യുന്ന അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ സുഖമായിട്ട് 1 മാസം വരെയൊക്കെ വെച്ചിരുന്ന് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റും ആയിരിക്കും, ഹെൽത്തിയുമാണ് ശർക്കരയിൽ യൂസ് ചെയ്തുകൊണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഇനി ഇത് ഒരു 20 മിനിറ്റിനുള്ളിൽ തണുത്ത് വരും. അപ്പോൾ നമുക്കിത് പീസായിട്ട് എടുക്കാം. ഇപ്പം ഞാനിതിവിടെ പീസായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ഐസ് ആൻഡ് ഷേപ്പിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കപ്പലണ്ടി മിഠായി. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പിയുമായി കാണുന്നത് വരെ ബായ്.